of innocent people at Jallianwala Bagh. Gandhiji refused to support this demand. ജാലിയൻവാല ബാഗിൽ മനുഷ്യരെ പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്ന ജനറൽ ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ വിസ്തരിക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യയിൽ പൊതുവിൽ ഉയർന്നപ്പോൾ ഗാന്ധിജി അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ 3 വെടിയുണ്ടകൾ ഗാന്ധിജിക്ക് സമ്മാനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിക്കൊല്ലാനായി തീരുമാനിക്കുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് അവരുടെ ശിക്ഷ ഇളവ് ചെയ്യണം, അതിനായി സംസാരിക്കണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു, അവർ മിസ്ഗൈഡഡ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വഴിതെറ്റിയ പോരാളികളാണ്, അവരുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. അത് ഗാന്ധിജിക്ക് അന്ന് ലാഹോറിലൊക്കെ കോൺഗ്രസ് സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ കറുത്ത ബൊക്കകളുമായിട്ടാണ് ഗാന്ധിജി ആളുകൾ സ്വീകരിക്കും, കറുത്ത ഗാർലൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി എന്ന പല സ്ഥലങ്ങളിലും ഗാന്ധിജിക്ക് കറുത്ത ഹാരങ്ങളൊക്കെ അണിയിക്കപ്പെട്ടു. ആളുകൾ വിചാരിക്കും ഇന്ന് ഈ പ്രസ്സൊക്കെ ഇത്രയും ഇതായിരിക്കുന്ന ഇന്ന് മാത്രമാണ് പ്രശ്നങ്ങൾ. അങ്ങനെയല്ല, പണ്ടും ഗാന്ധിജിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നാഥുറാം ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ കൊന്നു, അതിനൊരു കാരണം പറയുന്നത് 1946 മെയ് 6 ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഗാന്ധി പറഞ്ഞു, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, അവരുടെ ജീവിതം ബലി കൊടുക്കണം, അങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ തൃപ്തരാകുന്നേ ആകട്ടെ എന്നാണ് പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞത്. എഴുതിയതൊക്കെയാണ്, ഇഷ്ടംപോലെ രേഖകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് RSSൻ്റെ തന്നെ ഒരു ഫോർമേഷൻ അടിസ്ഥാന കാരണമായത് 1921 മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ കലാപങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പ്രശ്നം സർക്കാരിൻ്റെ ആണെന്നാണ് ഗാന്ധിയുടെ വാദം. ഗാന്ധി എഴുതിക്കൊണ്ടിരുന്നത് പ്രശ്നം സർക്കാരിൻ്റെ ആണ്. ഈ ഖിലാഫത്ത് അനുഭവിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെ ഖിലാഫത്ത് സമരത്തിൽ മുസ്ലിങ്ങളെ കൂടെ നിന്നിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വയലൻ്റ് ആകില്ലായിരുന്നു. അതുപോലെ ഹിന്ദുക്കൾ കുറച്ചുകൂടെ സഹാനുഭൂതി മുസ്ലിങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ അവർ വയലൻ്റ് ആകില്ലായിരുന്നു. അപ്പം പ്രധാന കുറ്റം ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും ഹിന്ദുക്കളുടെയും ആണ് എന്നുള്ള രീതിയിലാണ് ഗാന്ധി തുരുതുരെ എഴുതിക്കൊണ്ടിരുന്നത്. അവസാനം അന്ന് അംബേദ്കറൊക്കെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഈ നിലപാടിനെ. അവസാനം ഹിന്ദുക്കൾ ഒരുപാട് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കൊല്ലപ്പെടുക, അത് വലിയ കാര്യമാണ്, അത് കാണുമ്പോൾ അവർക്കൊരു മനംമാറ്റം ഉണ്ടാവും, അത് നിങ്ങൾ മഹത്തായ ഒരു മരണമാണ് വരിക്കുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ആ പതാക തന്നെ നോക്കുക, ശിവാജിയുടെ പതാകയാണ്. ശിവാജിയൊക്കെ മിസ്ഗൈഡഡ് നാഷണലിസ്റ്റാണ്, ശരിയായ നാഷണലിസ്റ്റ് അല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റാണ പ്രതാപ്, അതുപോലെ ഗുരു ഗോവിന്ദ് സിംഗ്, ഇതാണ് ഒരു കാരണമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ ഗാന്ധി അഡ്വൈസ് രാജാവായിട്ടുള്ള ഹരിസിംഗിനോട് ഗാന്ധിജി പറഞ്ഞു, രാജ്യമൊക്കെ വിട്ടിട്ട് കാശിക്ക് പോയിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ. ഹൈദരാബാദിൽ നേരെ തിരിച്ചായിരുന്നു. ഗാന്ധിജിക്ക് അവിടെ ഒന്നും പറയാനുമില്ല. ഇതാണ് 1931 കാവി ആയിരിക്കണം ഇന്ത്യൻ പതാക എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചെടുത്ത് പിന്നീട് അത് മൂവർണ്ണ പതാകയിലേക്ക് മാറ്റണമെന്നുള്ള നിർബന്ധം ഗാന്ധിയാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഗാന്ധിക്കെതിരെ വെടിവെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാൻഡിഡേറ്റ് ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ സുഭാഷിനെ അവിടെ വാഴാൻ ഗാന്ധി സമ്മതിക്കുന്നില്ല. അവസാനം ഗതി കെട്ടാത്തൊരു കാര്യമാണ്. 1947 ജൂൺ 15 കോൺഗ്രസിൻ്റെ രഹസ്യ യോഗത്തിൽ വെച്ച് പാർട്ടീഷനെതിരെയുള്ള, അല്ലാതെ വിഭജനത്തിനെതിരെ പ്രതിരോധിക്കണമെന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ ഗാന്ധി അവസാന നിമിഷം ചെന്നിട്ട് അത് മാറ്റിക്കൊടുത്തു എന്നാണ് ഗോഡ്സെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കാരണം ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ്സിന് തന്നെ വളരെ വീക്കെൻഡായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ കഴിവ് വളരെ കുറവായിരുന്നു. ഗാന്ധിജിയുടെ കഴിവ്, ബാർഗൈനിങ് പവർ അതിലും കുറവായിരുന്നു. ഗാന്ധിജിയൊക്കെ 1940 ബാർഗൈനിങ് പവറും സ്വാധീനവും വളരെ കുറഞ്ഞ ഒരു നേതാവായാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നോണൊന്നും കാര്യങ്ങൾ കോൺഗ്രസ്സിൽ നടക്കുന്നില്ല, കോൺഗ്രസ് പറയുന്നോണം കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് 1942 47 ഇടയ്ക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടുതലും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മുസ്ലിം സൈനികർ ബ്രിട്ടനെ സഹായിക്കാനായിട്ട് പോയി. പക്ഷേ കോൺഗ്രസ് അതിനെതിരെ നിന്നു. അപ്പോൾ യുദ്ധം വിജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ബാർഗൈനിങ് പവർ കുറയുകയും ജിന്നയുടെ ബാർഗൈനിങ് പവർ കൂടുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു രാജ്യം, 2ാം രാജ്യം എന്നുള്ളതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ്റെ ഒരുപാട് 13ഓളം കോൺഗ്രസ് കമ്മിറ്റികൾ പട്ടേലിനെയാണ് പിന്തുണച്ചത്. ഒരു കോൺഗ്രസ് കമ്മിറ്റി പോലും യഥാർത്ഥത്തിൽ നെഹ്റുവിനെ പിന്തുണച്ചില്ല. പിന്നീട് ദേശീയ കമ്മിറ്റിയിലാണ് നെഹ്റുവിനൊരു ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്. അത് പട്ടേൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതുകൊണ്ടാണ്. പട്ടേലിനെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റിയത്
ഗാന്ധി വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്. ഗാന്ധി വിളിച്ച് പറയുന്നുണ്ട്, മാറാൻ പറയുന്നു. എന്നിട്ട് കൂടെ നിൽക്കൂ, മാറി നിൽക്കൂ, കൂടെ നിൽക്കൂ എന്നാണ് പറയുന്നത്. അതായത് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കൂ, നെഹ്റുവിൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറയുന്നു. അത് ശിരസ വഹിച്ചുകൊണ്ട് പട്ടേൽ പാർട്ടിയിൽ വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നില്ല. പട്ടേലിനെ കുറിച്ച് അന്നും ഇന്നും RSSന് ഒരുപാട് ഹോപ്പുണ്ട്. കാരണം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നെഹ്റുവിൻ്റെ കണക്ക് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് കസ്റ്റംസ്, രണ്ടുപേരും ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചതാണ്, അത് വേറെ കാര്യം. പക്ഷേ മനസ്സുകൊണ്ട് ഇന്ത്യക്കാരൻ ആയിട്ട്, ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധിയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. RSSനെ പ്രകീർത്തിച്ച് ഒരു ഘട്ടത്തിൽ പട്ടേൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പട്ടേൽ പ്രധാനമന്ത്രി ആകാതെ പോയത് വലിയൊരു നഷ്ടമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് കൊന്നത് എന്ന് പറയുന്നുണ്ട്.